നമസ്കാരം. മുഖ്യമന്ത്രി വിമർശനത്തിന് അതീതനാണ് എന്നെപ്പോഴും പറയാറുണ്ട്. അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത നേതാവ്. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത നേതാവായി പിണറായി വലിയൊരു ആൽമരം പോലെ വളർന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ഒന്ന് കമാന്ന് മിണ്ടാൻ പോലും ഈ CPM-ലെ ഒരു നട്ടലുള്ള നേതാവ് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർട്ടി സെക്രട്ടേറിയറ്റ് നടന്നപ്പോൾ പാർട്ടിക്കകത്ത് വലിയ വിമർശനമുണ്ടായി. പാർട്ടി സെക്രട്ടേറിയറ്റിനകത്ത് വിമർശനമുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി അത് നിഷേധിക്കുന്നില്ല. എന്തു തന്നെയായാലും പിണറായി വിജയനെതിരെ ഒരു ശൈലി മാറ്റത്തിലേക്ക് പാർട്ടി പോകുന്നു. എന്തുകൊണ്ടാണ് CPM അങ്ങനെ ഒരു ശൈലി മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? CPM കേരളത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ പാവപ്പെട്ടവരുടെ, അധ്വാനിക്കുന്നവരുടെ, ദുരിതമനുഭവിക്കുന്നവരുടെ, കഷ്ടപ്പെടുന്നവരുടെ ഒക്കെ മോചനത്തിന് വേണ്ടി ഒരു വലിയ ഐഡിയോളജി, അതായത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഐഡിയോളജി മുന്നോട്ട് വെച്ചുകൊണ്ട് വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ്. വളരെ ത്യാഗപൂർണമായ ജീവിതം നയിച്ച, വളരെ കഷ്ടപ്പെട്ട, പട്ടിണി കിടന്ന് കട്ടൻ ചായയും പരിപ്പുവടയും ഒക്കെ കഴിച്ച് ഒളിവ് ജീവിതം നയിച്ച് മുന്നോട്ട് വന്ന ശ്രീ AK ഗോപാലനെ പോലെ, ശ്രീ EMS നമ്പൂതിരിനെ പോലെ, ശ്രീ പാഠ്യം ഗോപാലനെ പോലെ, ശ്രീ EK നായനാരെ പോലെ, ശ്രീ VS അച്യുതാനന്ദനെ പോലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ത്യാഗനിർഭരമായിട്ടുള്ള നേതാക്കന്മാർ അവരുടെ ഐഡിയോളജിയിൽ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഐഡിയോളജിയിൽ ഉറച്ചു നിന്നുകൊണ്ട് വളർത്തിക്കൊണ്ട് വന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന് പറയുന്നത്. അതെ, അതിൻ്റെ വളർച്ചയിൽ വന്നിട്ടുള്ള ഒരു പിഴവാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശ്രീ VS-ന് ശേഷം, VS മരിച്ചുപോയ സമയത്ത് കേരളത്തിലെ വലിയ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റും മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. കാരണം പിന്നീട് ഇങ്ങോട്ട് വന്ന നേതാക്കന്മാർക്കൊക്കെ എത്ര പേർക്ക് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഐഡിയോളജിയോട്, പീപ്പിൾസ് ഡെമോക്രസിയോട് ആഭിമുഖ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി, കേരളത്തിലെ പാവപ്പെട്ടവരുടെ മോചനത്തിന് വേണ്ടി, അടിസ്ഥാന വർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി എത്ര പേർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇപ്പോഴും പാർട്ടി നേരിടുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ ആ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് സെൻട്രലൈസ്ഡ് ഡെമോക്രസിയാണ്. പാർട്ടി വേദികളിൽ ആരെ വേണമെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാം, ഏത് ഇഷ്യൂസിനെ കുറിച്ച് വേണമെങ്കിലും സംസാരിക്കാം എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ പാർട്ടി എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു വ്യക്തിയിലേക്കാണ്. ശ്രീ പിണറായി വിജയൻ എന്ന ഒരു വ്യക്തിയിലേക്കാണ് ഇന്ന് കേരളത്തിലെ CPM എത്തിപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ പാർട്ടിയെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് കേരളത്തിൻ്റെ പാർട്ടിയുടെ ഏറ്റവും അമരക്കാരനായിട്ടുള്ള ശ്രീ EMS നമ്പൂതിരിപ്പാട് ഭാവിയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിക്കാൻ ഏറ്റവും കരുത്തനായിട്ടുള്ള, ഏറ്റവും മിടുക്കനായിട്ടുള്ള, ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഐഡിയോളജിയിൽ അടിയുറച്ചതെന്ന് വിശ്വസിച്ച് ഈ പാർട്ടിയെ നയിക്കാൻ കഴിയും എന്ന് കരുതിയാണ് ശ്രീ പിണറായി വിജയനെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് അദ്ദേഹം എടുത്ത് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരു ചരിത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, അതായത് ഈ മറ്റ് പാർട്ടികൾ നടക്കുന്ന എന്ത് വിവരവും ആ സമയത്തിന്, അതായത് ഒരു പാർട്ടി, ഇപ്പോൾ ഈ CPM-ൻ്റെ പാർട്ടി സെക്രട്ടേറിയറ്റോ പാർട്ടി യോഗങ്ങളോ നടക്കുന്ന സമയങ്ങൾ അതിനകത്ത് നടക്കുന്ന കാര്യം എന്താണ് എന്ന് ഒരിക്കലും മാധ്യമപ്രവർത്തകർക്കൊന്നും അറിയാൻ കഴിയില്ല. അങ്ങനെ ഒരു വേലിക്കകത്ത് നിന്നുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഒരു കെട്ടിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPM എന്ന് പറയപ്പെടുന്നത്. പക്ഷെ പലപ്പോഴും മാധ്യമങ്ങൾ പറയുന്നതാണ് മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന തരത്തിലുള്ള പുതിയ ശൈലി മാറ്റത്തിലേക്ക് CPM എത്തിയെന്നൊക്കെ. അത് ഇപ്പോൾ പാർട്ടി നേതാക്കൾ അത് നിഷേധിക്കുന്നില്ല എങ്കിൽ കൂടിയും അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നില്ല അല്ലെങ്കിൽ ഇതുവരെയും പിണറായി വിജയൻ. കാരണം പിണറായി വിജയൻ ഒരു സമീപനം സ്വീകരിക്കും. നമുക്കറിയാമല്ലോ, PMC വിവാദം വന്നു. എന്താ ഉണ്ടായത്? അദ്ദേഹം നേരിട്ടൊരു തീരുമാനം എടുക്കുന്നു, നേരെ അത് അവതരിപ്പിക്കുന്നു. PMC വിവാദം ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ എന്താണ് സംഭവത്തെ? VC നിയമനത്തിന്റെ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് അത് സുപ്രീം കോടതി വരെ പോയതാണ്. പക്ഷേ ആ VC നിയമനം എന്തായി?
അവസാനം രാജേന്ദ്ര അർലേക്കർ എന്ന് പറയപ്പെടുന്ന ഗവർണറുമായിട്ട് ഒരു സഖ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞു, ഒരു സമവായം ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം അവർ രണ്ടുപേരും കൊടുക്കൽ വാങ്ങലിന്റെ ഒരു തരത്തിലേക്ക് എത്തപ്പെട്ടു. ഒപ്പം തന്നെ അവർ ഉദ്ദേശിച്ചതുപോലെ VC നിയമനം എത്തപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും പാർട്ടി അറിയുന്നില്ല, പാർട്ടിക്കാർ അറിയുന്നില്ല, പാർട്ടി സെക്രട്ടേറിയറ്റ് അറിയുന്നില്ല, ഈ പറയുന്ന സംസ്ഥാന സമിതി പോലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല, അറിയുന്നുമില്ല. അപ്പോൾ അങ്ങനെ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനുള്ളിൽ ഈ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഏകശിലാദൈവത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കാണുന്നത്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ അദ്ദേഹം ഇങ്ങനെ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരുന്നു. പാർട്ടിയിൽ അപ്പോഴൊക്കെയും VS അച്യുതാനന്ദൻ എന്ന് പറയപ്പെടുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു, പാർട്ടിയുടെ പ്രതിപക്ഷം. ആ പാർട്ടി പ്രതിപക്ഷ നേതാവ് മുന്നിൽ നിന്നുകൊണ്ട് പിണറായി വിജയനെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അദ്ദേഹത്തിനെതിരെയും പാർട്ടിക്കെതിരെയും ആഞ്ഞടിക്കുകയും ചെയ്തപ്പോഴൊക്കെ പാർട്ടി പ്രതിരോധത്തിലായിരുന്നു. പക്ഷെ VSന്റെ മരണത്തോടുകൂടി അല്ലെങ്കിൽ VS ഒരു പിന്മാറ്റം നടത്തി. കാരണം അദ്ദേഹത്തിന്റെ അനാരോഗ്യം കാരണം അദ്ദേഹം പിന്മാറുന്ന ഒരു സാഹചര്യത്തോടുകൂടി ഏകാധിപതിയായി താഴ്ച വളരുവാൻ പിണറായിക്ക് കഴിഞ്ഞു. പിന്നെ പിണറായി പറയുന്ന തീരുമാനങ്ങളാണ് അങ്ങ് പോളിറ്റ് ബ്യൂറോ മുതൽ ഇങ്ങ് ബ്രാഞ്ച് കമ്മിറ്റി വരെ എത്തപ്പെടുന്നത് എന്നൊരു തരത്തിലേക്ക് എത്തപ്പെട്ടു. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഒരേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിലേക്ക് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി എത്തപ്പെട്ടു. ഇന്ന് തന്നെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനോ ദേശീയ നേതാവ് എന്നറിയപ്പെടുന്ന MA ബേബിക്കോ പോലും ഒന്നും പറയാൻ കഴിയില്ല. ആ തരത്തിലേക്ക് ഈ പാർട്ടി അത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു. പണ്ട് വ്യക്തിപൂജകളില്ല, പകരം ഈ പറയുന്ന പാർട്ടി തത്വശാസ്ത്രങ്ങളുടെ അടിസ്ഥാനമായിട്ട് നിർത്തിക്കൊണ്ട് ആ അടിസ്ഥാന ശിലയിൽ നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടത്. ഇന്നതല്ല, ഇന്ന് ഏകശിലാദൈവത്തിലേക്ക് എത്തപ്പെടുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത നേതാവായി പിണറായി വിജയൻ വളർന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ്, ഒരു ബൂർഷ്വാസിയുടെ സ്വഭാവത്തിലേക്ക് എത്തിയതുകൊണ്ടാണ്. അവിടെ നിന്ന് ഇന്നും കമ്മ്യൂണിസ്റ്റുകാരൻ നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ഞാൻ എന്ന് പറയുന്ന ഈ പല കാര്യങ്ങളിലും പാട്ട് പാടുന്ന വിഷയമാണെങ്കിലും പോറ്റിയെ കയറ്റിയെ എന്ന് പറയപ്പെടുന്ന പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ പോലും അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാകുന്നു. പക്ഷെ അതേസമയത്തിന് ഈ പാരഡി ഗാനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോലീസ് അട്രോസിറ്റിയുടെ വിഷയം വന്നു കഴിഞ്ഞാൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാകുന്നത്? VC നിയമനത്തിൽ ഈ പറയുന്ന PM ശ്രീ വിഭാഗത്തിലൊക്കെ അദ്ദേഹത്തിന്റെ നിലപാടുകളോട് യോജിപ്പില്ലാത്ത സഖാക്കന്മാരുണ്ട്, എന്നിട്ടും അദ്ദേഹം ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്ന പോലുമില്ല. അപ്പൊ അവിടെയൊക്കെ മുഖ്യമന്ത്രിക്ക് ഒരു നീതി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നത് മാത്രം അംഗീകരിച്ച് അനുസരിച്ച് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ശാസിക്കുന്ന തരത്തിലേക്ക് CPM എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു അതല്ല എന്ന്. ഇത് മുഖ്യമന്ത്രിയുടെ മറ്റൊരു അടവാണ് എന്ന്. കാരണം നിങ്ങൾ എന്നെ ശാസിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ശാസിച്ചു എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് വരട്ടെ. ഇനി അതിന്റെ പേരിൽ, അതായത് പാർട്ടിയിൽ വലിയ ജനാധിപത്യം ഉണ്ടായിരിക്കുന്നു, ഞാൻ ഏകാധിപത്യം അല്ലാതെ ആയിരിക്കുന്നു, എന്നതാ പാർട്ടിക്കാർ വിമർശിച്ചു തുടങ്ങിയിരിക്കുന്നു, പാർട്ടി സെക്രട്ടേറിയറ്റിൽ എനിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തോന്നുന്നുണ്ടോ സാറിന്? തീർച്ചയായിട്ടും പാർട്ടിയുടെ ഇന്നത്തെ പോക്ക്, അല്ലെങ്കിൽ പാർട്ടി ലീഡേഴ്സിന്റെ ഇന്നത്തെ പോക്ക് ശരിയായ ദിശയിലല്ല എന്ന് തോന്നൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ട്. അത് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പാർട്ടിയിൽ സജീവമായിട്ട് ചർച്ച ചെയ്തെടുക്കേണ്ട പല തീരുമാനങ്ങളും സ്വതന്ത്രമായിട്ട് ഒരു വ്യക്തി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊരു തീരുമാനമാണെങ്കിലും ശരി, കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം, ഒരുപക്ഷെ EMS ആണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എങ്കിൽ ശബരിമലയിലെ വാതിൽപ്പാളികൾ പൊളിച്ച് 45 കിലോ സ്വർണം കൊണ്ടുപോകുമായിരുന്നു. കേരളത്തിലെ സഹകരണ സംഘങ്ങൾ കാസർഗോഡ് മുതൽ പാറശാല വരെ ഇതേപോലെ കൊള്ളയടിക്കുമായിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്രമാത്രം വലിയ ടാക്സും നികുതിയും വിലകളും അവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവരുടെ കാലഘട്ടത്തിലൊക്കെ, EMSന്റെ കാലഘട്ടത്തിലൊക്കെ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ, അതാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. മന്ത്രിമാരുടെ ശമ്പളം വെട്ടിക്കുറച്ച ആളാണ് ശ്രീ EMS എന്ന് പറയുന്നത്. അതേപോലെ EK നായനാരും അതേപോലെ ആയിരുന്നു. ശ്രീ VS അച്യുതാനന്ദനും അതാണ്. നമ്മുടെ ശമ്പളം വെട്ടിക്കുറച്ചുകൊണ്ട് സംസ്ഥാന ഖജനാവിലേക്ക് ഇൻകം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ജനങ്ങളുടെ വികസനം, അതേപോലെ ജനങ്ങളുടെ ക്ഷേമം. എത്രമാത്രം ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ, എത്രമാത്രം പിന്നെ ഈ ജലത്തിന്റെ വില കുറയ്ക്കാൻ കഴിയുമോ, വെള്ളത്തിന്റെ കരം കുറയ്ക്കുക, അല്ലെങ്കിൽ വൈദ്യുതിയുടെ ചാർജ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് കൊടുക്കുന്ന സേവനങ്ങളുടെ ചാർജ് കുറയ്ക്കുക, ഇതൊക്കെ എത്രമാത്രം കുറച്ചു കൊടുക്കാൻ കഴിയുമോ, അതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വന്ന അപജയത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ശബരിമലയിൽ കയറി സ്വർണം പിന്നെ അടിച്ചു മാറ്റുന്നതിനും,
അല്ലെങ്കിൽ സഹകരണ സംഘത്തിൽ പാവപ്പെട്ട ആളുകൾ, ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ ഒരു BSNL എന്ന് പറഞ്ഞ ഒരു സഹകരണ സംഘത്തിൽ 260 കോടി രൂപയാണ് അടിച്ചു അതെ മാറ്റിയിരിക്കുന്നത്. അതെ അതെ ഒന്നും രണ്ടും അല്ല, 260 കോടി രൂപ അടിച്ചു മാറ്റിയിരിക്കുന്നത്. ആരാണ് അടിച്ചു മാറ്റിയത്? ഇവർക്കെതിരായിട്ട് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് ഈ പൈസ ഇവരിൽ നിന്ന് തിരിച്ചു പിടിച്ച് സാധാരണക്കാർക്ക് കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? അപ്പൊ ഇതിന്റെയൊക്കെ പുറകിൽ ചില അജണ്ടകൾ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ജീർണതകളാണ്, ഐഡിയോളജി ഇല്ലായ്മയാണ്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഐഡിയോളജിയിൽ നിന്നൊക്കെ പോയി തൊഴിലാളി വർഗ ശാസ്ത്രത്തിൽ നിന്ന് മുതലാളി വർഗ തത്വശാസ്ത്രത്തിലേക്കുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആ മാറ്റമാണ് ഇന്നത്തെ ഈ അപജയത്തിന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഇവിടെ ഇച്ഛാശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗവൺമെന്റിന് ഇതുപോലെ തന്നെ ജനങ്ങളെ പലതരത്തിൽ കുറച്ചുകൂടി വിലക്കയറ്റത്തിൽ നിന്നാണെങ്കിലും താങ്കൾ പറഞ്ഞ പോലെ പല കാര്യങ്ങളിൽ നിന്നും കുറച്ചുകൂടി ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ ഇടപെട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഭരണം കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. പകരം ഇവരുടെ ശ്രദ്ധ, ഞാനിവിടെ രണ്ട് കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഒന്ന്, ഈ പറയുന്ന പോലീസ് അട്രോസിറ്റി പോലുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല. അതുപോലെ തന്നെ രാജ്യത്തെ സഹകരണ ബാങ്കുകൾ കൊള്ളയടിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൊള്ള നടക്കുമ്പോഴും അതിനെതിരെയൊന്നും ശക്തമായുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നില്ല. പകരം രാഹുൽ ഈശ്വരനെ പോലുള്ളവർ പറയുന്ന വാക്കുകൾ അവർ കൂരമ്പുകളായി മാറി ഇവരുടെയൊക്കെ നെഞ്ചിലേക്ക് തറയ്ക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, അവരെ പോലുള്ളവരെ പിടിച്ച് അകത്തിടുവാൻ കാണിക്കുന്ന ഒരു ഇച്ഛാശക്തി ഉണ്ടല്ലോ, ഒരു ഊർജം, അത് ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ നിത്യജീവിതത്തിന് ഉതകുന്ന തരത്തിലുള്ള ഉപകാരപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ എന്ത് നന്നായേനെ. ഇന്നെങ്കിൽ പാട്ടും നിരോധിക്കണ്ടായിരുന്നു, ഒപ്പം തന്നെ ശൈലിയും മാറ്റണ്ടായിരുന്നു. ഈ പറഞ്ഞ ഏകശിലാ ദൈവമായിട്ടും ഈ പറയുന്ന ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവുമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് ഈ പിണറായി വിജയന് തുടരുകയും ചെയ്യാമായിരുന്നു. അങ്ങനെ തോന്നുന്നുണ്ടോ സാറേ? തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ അനിശ്ചിതനായ നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ധാരാളം പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. നന്മകളില്ല എന്നുള്ളതല്ല, അദ്ദേഹത്തിൽ നന്മകളില്ല എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ജനകീയമായിട്ട് ജനങ്ങളെ അഡ്വേഴ്സായിട്ട് ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നല്ല ഒരു ഭരണം കാഴ്ചവെക്കണമെങ്കിൽ അത് ജനകീയമാകണം. കഴിഞ്ഞ കാലഘട്ടത്തിൽ ശ്രീ EK നായനാരുടെ കാലത്ത് എന്താണ് സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം, എത്ര നല്ലതായിരുന്നു. ലോകത്തിൻ്റെ മുന്നിൽ കേരളത്തിൻ്റെ യശസ് വർദ്ധിപ്പിച്ചതാണ്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനം. അതുപോലെ ശ്രീ VSന്റെ കാലഘട്ടത്തിൽ ജനകീയ ആസൂത്രണം, കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുള്ള ഒരു വികസന പരിപാടിയാണ് ജനകീയ ആസൂത്രണം. വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ശ്രീ EMSന്റെ ഭൂപരിഷ്കരണം, കൃഷിഭൂമി കർഷക തൊഴിലാളിക്ക്, അതേപോലെ ജന്മിത്വം നിരോധിക്കുക, എന്തെല്ലാം മഹത്തായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിലെ മഹാന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അനിശ്ചിത നേതാക്കന്മാർ ആയിട്ടുള്ള ശ്രീ EMSും EK നായനാരും ശ്രീ അച്യുതമേനോനും അതേപോലെ നമ്മുടെ അച്യുതാനന്ദനും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നതിന്, ഒരു വികസന പ്രസ്ഥാനം ആരംഭിക്കുന്നതിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ശ്രീ പിണറായി വിജയന്റെ ശ്രദ്ധ പോയതാണ് തീർച്ചയായിട്ടും കേരളത്തിന്റെ ഭരണത്തിന് ഇപ്പോൾ വലിയ തിരിച്ചടി ഏറ്റിരിക്കുന്നത്. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ വലിയ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തിന്റെ എല്ലാ ചുമതോട്ടകളും ഇപ്പൊ തകർന്നു വേണ്ടിയിരിക്കുകയാണ്. അടുത്ത ഇലക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക്, നിയമസഭാ ഇലക്ഷനിലേക്ക് 4 മാസം കഴിയുമ്പോൾ വരുമ്പോഴത്തേക്ക് വലിയൊരു തിരിച്ചടി നേരിടാനാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സാധ്യത. കോൺഗ്രസ് വളരെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ BJP വലിയ മുന്നേറ്റം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിൻ്റെ ഒരു ആദ്യഘട്ടമായിട്ട് വേണം തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ പിടിച്ചടക്കിയത് നമ്മൾ കാണേണ്ടത്. തീർച്ചയായിട്ടും നമുക്കത് ഇങ്ങനെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന ഭരണപരാജയത്തെ, അല്ലെങ്കിൽ ഭരിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന വലിയ പരാജയം ഏറ്റുവാങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി ഇങ്ങനൊരു ശൈലി മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.